ഇനിയും പണിയപ്പെടാൻ ബാക്കിയുള്ള നമുക്ക്, ഇനിയും പണിയപ്പെടാൻ ഒത്തിരി ബാക്കിയുള്ള നമ്മളെ കർത്താവ് പണിയുവാൻ വേണ്ടി നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എളിയവനായ ദാസൻ ഇന്ന് ഞായറാഴ്ച വീട്ടിലെ സഭായുക്തി പങ്കുവെച്ച ചിന്തകളുടെ തുടർമാനമായി ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനമായിരുന്നു ചിന്തിച്ച് തുടങ്ങിയത്. അവിടെ കൊരിന്ത് പട്ടണത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ ഒരു പ്രാകൃതമായ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ ആ പട്ടണത്തിലേക്ക് കടന്നു വന്ന തിന്മകൾ ആ തുറമുഖ പട്ടണത്തെ സ്വാധീനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യമാണ്. സഭയും നമ്മയൊക്കെ കാലക്രമേണ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ലോകം സ്വാധീനിക്കാൻ തുടങ്ങും. ലോകം, ജഡം, പിശാച് എന്ന് നാം പറയുമ്പോൾ ലോകമെന്ന് പറയുന്ന അതിൻ്റെ ഒരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റം, ലോകത്തിൻ്റെ സിസ്റ്റം എപ്പോഴും അവിടെ ആയിരിക്കുന്നവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കപ്പൽ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. വെള്ളം കപ്പലിൽ കയറിയാൽ കപ്പൽ മുങ്ങിപ്പോകും, കപ്പൽ വെള്ളത്തിലാകും. അപ്പോൾ നമ്മളിതെല്ലാം ലോകമാം സമുദ്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോകം നമ്മളെ സ്വാധീനിക്കാം. ലോകത്തിൻ്റെ സിസ്റ്റം, ലോകത്തിൻ്റെ ഇടപെടലുകൾ, ലോകത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് കൊരിന്ത്യ ലേഖനത്തെ നാം ചിന്തിക്കേണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളെയും അപഗ്രഥിച്ചുകൊണ്ട്, തൊട്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗങ്ങളെ നാം രാവിലെ ചിന്തിച്ചു. ഒന്ന് ഓടിച്ച് ചിന്തിച്ചുകൊണ്ട് തുടർ ചിന്തനത്തിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. 1-ാം അധ്യായത്തിൽ കാണുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളായി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നം അവിടെ കാണുകയാണ്. വിഭാഗ്യതകളാണ്, ഗ്രൂപ്പുകളാണ്. ഇത് ഇന്ന് പിണക്കങ്ങളാണ്. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിണക്കം, ഗ്രൂപ്പിസം, വിഭാഗിതകൾ, പക്ഷം പിടിക്കലുകൾ, ഇത് ഇന്ന് പുറത്തുള്ള ലോകത്ത് നമുക്കറിയാം, പുറം ലോകത്തിലെ ഏത് പാർട്ടി എടുത്താലും അവിടെ ഗ്രൂപ്പുകളുണ്ടെന്ന് കാണും. കേഡർ പാർട്ടി സംവിധാനങ്ങളുണ്ടായിരുന്ന, ഉരുക്ക് കോട്ടകൾ പോലെ ആയിരുന്ന ഒരു ഉരുക്ക് ശിലയ്ക്ക് സമാനമായ പാർട്ടി സംവിധാനങ്ങളിൽ പോലും ഇന്ന് ഗ്രൂപ്പിസത്തിൻ്റെ ലോകത്തൂടെ കടന്നു പോവുകയാണ്. അത് നാളുകളിൽ ആ സംവിധാനത്തെ എല്ലാം അപജയപ്പെടുത്തുകയാണ്. ഈ അപജയങ്ങൾ അറിയാതെ സഭയ്ക്കകത്തും കടന്നു വന്നിരിക്കുന്ന ഒരു കെട്ടകാലം, ഒരു ഗതികെട്ട കാലത്താണ് നാം ആയിരിക്കുക. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്. പിണങ്ങിയിരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ പിണക്കം തീർക്കാൻ, ഇണക്കാൻ, ആ പിണക്കത്തിൽ നിന്ന് പുറത്തു വരുവാൻ, നമ്മുടെ ഒരു സ്റ്റെപ്പ് റിക്കൺസിലേഷന് വേണ്ടി എടുക്കുവാൻ നമുക്ക് ഒത്തിരി ശ്രമം ആവശ്യമുണ്ട്. അതിനുള്ള കൃപ തരുന്നത് മാനുഷികമല്ല, ദൈവികമാണ്. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പിസം ഉണ്ട് എന്ന് അറിവ് കിട്ടിയിരിക്കുന്നു. അതാണ് കാണുന്നത്. പിന്നത്തേത് മുമ്പോട്ട് പോകുമ്പോൾ ആത്മീയനാര്, ജഡികനാര്, പ്രാകൃതനാര് എന്ന് ഉള്ള ഒരു ചിന്ത കാണുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എളിയവനായ ദാസൻ കുറേ നാളുകൾക്ക് മുമ്പ് പൗരോഷ്യൻ്റെ ഒരു വീട്ടിലെ സഭായുഗത്തിലൊരു മീനൊക്കെ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്യുകയും അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ നമ്മുടെ പൗരോഷ്യൻ യൂട്യൂബ് ചാനലിൽ കാണും. ആരാണ് ജഡീകൻ എന്നുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട്. പിന്നത്തേത് കാണുകയാണ്, നിങ്ങളുടെ ഇടയിൽ വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങളെ പരിഹരിപ്പാൻ ജ്ഞാനികൾ നിങ്ങളുടെ ഇടയിലില്ലേ. അപ്പോൾ ലോകത്തുള്ളതെല്ലാം, ലോക സംവിധാനത്തിലുള്ളതെല്ലാം ഇപ്പുറത്തോട്ട് കിടക്കുകയാണ്. നോക്കൂ, പിണക്കം കിടക്കുന്നു, വിഭാഗിതകൾ കിടക്കുന്നു, ഗ്രൂപ്പിസങ്ങൾ കിടക്കുന്നു. ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാകാൻ, ഒരു വിഭാഗത്തിൻ്റെയും ഭാഗമാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ ശരീരം വിഭാഗിക്കപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പക്ഷം പിടിച്ചുകൊണ്ട് ആ ഒരു പക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടൊരു പിളർപ്പിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളുടെ ഒരു ചുക്കാൻ പിടിക്കാനോ അതിലൊരു കണ്ണിയാകാനോ ഞാനും നിങ്ങളും ഇടയുണ്ടെങ്കിൽ അവിടെ ഒന്നും ദയവായി മാറി നിൽക്കുക. പിളർപ്പിലേക്കോ വിഭാഗിതകളിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ, ഒരു ചിന്താധാരയുടെ, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നാം നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ചങ്ങലയ്ക്കകത്ത് കണ്ണിയാണെങ്കിൽ, നാളെ വരുന്ന തലമുറകളെ ഓർത്ത് ദയവായി അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു.
അത് സഭയിൽ മാത്രമല്ല, വ്യക്തിപരമായ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിലൊക്കെയുള്ള പിണക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു മാസമാണ് ഈ മാസം. നമ്മൾ ഈ പിണങ്ങിയിരിക്കുന്നവർ ഒരു ദിവസം ഒന്ന് മരിച്ചു പോയാൽ, നമ്മുടെ പ്രിയരോട് നമുക്ക് മിണ്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരതിനു വേണ്ടി ശ്രമിച്ച് മരിച്ചു പോയാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതൊരു ചെറിയ കാര്യമല്ല. പിണങ്ങം, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന്. വിശുദ്ധീകരണ മാസത്തിൽ പിണക്കങ്ങളെ അവസാനിപ്പിക്കുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ദൈവസ്നേഹത്തെ ഓർപ്പിക്കുക. എങ്കിലും എളിയവനുണ്ടായ ഒരു അനുഭവത്തെ ഞാൻ ഒന്ന് പറയുവാനായിട്ട് ഇഷ്ടപ്പെടുക. എന്നെ ശ്രദ്ധിക്കണേ, ദയവായിട്ട് ഈ നിമിഷം എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതകാലത്ത് ഉണ്ടായ ഒരു അനുഭവം പറയണമെന്ന് എൻ്റെ ഉള്ളിലൊരു ആത്മപ്രേരണ ഉണ്ടായതുകൊണ്ട് ഈ സമയത്ത് പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്. 2 സഹോദരന്മാർ, അവർ തമ്മിൽ ഒരു ചെറിയ വാക്കിൻ്റെയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ വല്ലാതെ ഇടറി. ഒത്തിരി സ്നേഹിച്ച് നടന്ന 2 സഹോദരന്മാരാണ്. ആ സ്നേഹിച്ച് നടന്ന 2 സഹോദരന്മാർ തമ്മിൽ വല്ലാതെ പിണങ്ങിയിട്ട് അതിലൊരു സഹോദരൻ എന്ത് ചെയ്താൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല. അദ്ദേഹം പല ശ്രമങ്ങൾ റിക്കൺസിലേഷന് വേണ്ടി നടത്തിയിട്ടും എനിക്കതിന് മനസ്സില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതിൽ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, ദൈവദാസനെ, എനിക്ക് കർത്തൃമേശയിൽ പങ്കുചേരണം. ഞാൻ അദ്ദേഹത്തോട് പിണങ്ങിയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് തിരുമേശയിൽ പങ്കുചേരാൻ ഒക്കത്തില്ല. തിരുമേശയിൽ പങ്കുചേരാത്തത് കൊണ്ട് ഇപ്പം ദിവസങ്ങളായി പലവട്ടം ഞാൻ സ്കിപ്പ് ചെയ്തു, മാറി നിന്നു. പക്ഷേ അതെന്നെ കുറ്റബോധത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ എനിക്ക് തിരുമേശയിൽ പങ്കുചേരുന്നതിന് ധാർമ്മികമായി എൻ്റെ മാനസിക പ്രാഗൽഭ്യത്തിൽ മറ്റൊന്നും എന്നെ ഇടർച്ചയായിട്ട് കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് തിരുമേശയിൽ പങ്കുചേരാൻ കഴിയുന്നത് അതെന്നെ വളരെ അസ്വസ്ഥപ്പെടുന്നു. എനിക്ക് തിരുമേശയിൽ പങ്കുചേരണം. എന്ത് വിട്ടുവീഴ്ചയ്ക്കും ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ പിറ്റേ ദിവസം, ഇതൊരു ശനിയാഴ്ച വൈകിട്ടാണ്. ഈ ഒരു ശനിയാഴ്ച വൈകിട്ട് ഞാൻ ആ സഹോദരനെ വിളിക്കുന്നു. ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഹോദരൻ താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ്, നിരുപാധികമായി മാപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് തിരുമേശയിൽ പങ്കുചേർന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറയുക. അപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ കോൾ വിളിച്ച് അദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ അതിനു മുമ്പ് സംസാരിച്ചു. അപ്പോൾ ഈ സഹോദരൻ്റെ നിലപാട്, ഞാൻ ചത്താൽ, പിന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ നാ പോലും ആ സഹോദരനോട് മിണ്ടില്ല. അത്ര പരുഷമായ ഭാഷയിൽ ഈ സഹോദരനോട് താൻ റിക്കൺസിലിയേഷന് തയ്യാറല്ലെന്നും പിന്നെ ശാപവാക്കുകളും അസഭ്യങ്ങളും ഉരുവിട്ടു. ഞാൻ അവനോട് മിണ്ടാൻ തയ്യാറല്ല. ഈ മറ്റേ സഹോദരൻ വല്ലാതെ പരിങ്ങുകയാണ്. അദ്ദേഹത്തിന് തിരുമേശി എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം. ചെറുപ്പക്കാരാണ്. അല്പം ധാർമ്മിക രോക്ഷത്തിൽ ഞാൻ ആകുന്ന അദ്ദേഹത്തോട് സംസാരിച്ച് ഒരു തിരുമേശയ്ക്ക് പങ്കുചേരണം, നിനക്കും പങ്കുചേരണം, ഇദ്ദേഹത്തിനും പങ്കുചേരണം. അതുകൊണ്ടാണ്, കാരണം പിണക്കമുള്ളിടപ്പം തിരുമേശ എടുക്കുക ശരിയല്ല. ഇന്ന് തിരുമേശ എടുക്കാൻ ഒരു സഭയിൽ പ്രശ്നമുണ്ടെങ്കിൽ മറ്റ് സഭയിൽ പോയി തിരുമേശ എടുത്ത് തീർക്കുന്നവരുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് തീരുമാനിക്കുക. സഭ മാറിയത് കൊണ്ട് പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയോണ്ട് പ്രശ്നം തീർത്തില്ലല്ലോ. തീർക്കുകയല്ലേ അതിലും എളുപ്പ വഴി. ഒരു സഭയിൽ പ്രശ്നമുണ്ടായ മറ്റൊരു സഭയിൽ പോയിട്ട് ആ പ്രശ്നം തീർന്ന് അവിടെ തിരുമേശ എടുക്കുന്നതാണോ അതിൻ്റെ ശരി? അപ്പോൾ ഇദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അവസാനം വല്ലാതെ ഒരു അസ്വസ്ഥത തോന്നിയ എളിയദാസന് അന്നേരം ഉണ്ടായ ഒരു ആത്മരോക്ഷത്തിൽ ഒരു കാര്യം ചെയ്തു. ഞാൻ വീഡിയോ കോൾ വിളിച്ചു. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, നീ ഇത് കാണണം. ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, നീ നിരപ്പാകാൻ തയ്യാറാണോ? തയ്യാറാണ്. അങ്ങനെയെങ്കിൽ നാളെ നീ തിരുമേശയിൽ നിന്ന് എടുത്തു. ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ സഹോദരൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ രക്തത്തിൽ നീ ഒഴിവായിരിക്കും, നിനക്ക് നാളെ തിരുമേശയെ പങ്കുചേരാം. വീഡിയോ കോൾ വിളിച്ചിട്ട് അല്പം ധാർമ്മിക രോക്ഷം അതിനകത്തുണ്ട്. ഈ സഹോദരൻ്റെ നിരപ്പാകാൻ തയ്യാറായ സഹോദരൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷേ പിന്നത്തേതിൽ സംഭവിച്ചത്, അതിന് തയ്യാറായ ആ സഹോദരന് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കുന്നതും അവൻ്റെ ജീവിതം ശുഭമാകുന്നു. എന്നാൽ അതിന് തയ്യാറാകാതിരുന്ന സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായ ഭാവി ഇരുളടയുന്നതും
എളിയവന് നേരിട്ട് കാണുവാൻ ഇടയായി. അപ്പോഴാണ് ദൈവമേ, എന്തുകൊണ്ട് ഞാനിത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദയവായിട്ട് വിശുദ്ധീകരണ മാസത്തിൽ പിണക്കങ്ങൾ അവസാനിപ്പിച്ച് വിശുദ്ധ മേശയുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ പങ്കുചേരുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. വിശുദ്ധീകരണ മാസത്തിൽ നമ്മൾ ഈ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ് കോഡാണോ വിശുദ്ധി? ഭാവങ്ങളാണോ വിശുദ്ധി? അതൊക്കെ വിശുദ്ധിയുടെ എക്സ്റ്റേണൽ ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനപ്പുറത്ത് ആന്തരികമായ ഒരു താഴ്മ, ആന്തരികമായൊരു വിനയം, സ്നേഹം, അതല്ല വിശുദ്ധി എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലെ പിണക്കം തീർക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അതെല്ലാം ചെയ്യുവാനായിട്ട് ഈ മാസത്തിൽ നമുക്കിടയാക്കട്ടെ. ഈ മാസത്തിൽ തന്നെയല്ല, എല്ലാ ദിവസങ്ങളിലും ഇടയാകട്ടെ. ദീർഘവർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, പിണങ്ങിയിരുന്ന ഒരു ദിവസം നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ നാളത്തെ ഭാവി എന്തായിരിക്കും? നമ്മുടെ മനസാക്ഷിയിൽ എന്ത് സന്തോഷമായിരിക്കും ഉണ്ടാകുക? നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കും. മുമ്പോട്ട് പോകുമ്പോൾ ആത്മീകൻ, ജഡീകൻ, പ്രാകൃതൻ കാണുകയാണ്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു ദുർനടപ്പ് ഉണ്ട് എന്ന് കാണുകയാണ്. വ്യവഹാരങ്ങളെക്കുറിച്ച് കാണുകയാണ്. വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച് കാണുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദുർനടപ്പിനെക്കുറിച്ചും ദാമ്പത്തിക ധർമ്മത്തെക്കുറിച്ചും പറയുകയാണ്. പിരിയരുതെന്നുള്ള വളരെ കർക്കശമായ ദൈവിക ഉപദേശത്തെ അവിടെ കാണുകയാണ്. മരണം വരെയുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിരുമേശയെക്കുറിച്ച് കാണുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറയും. അതിനുശേഷം അവിടുന്ന് പുതിയ നിയമത്തിൻ്റെ രക്തമായ ഉടമ്പടിയെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. നിങ്ങളെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. 11-ാം അധ്യായമാണ്. വിധിക്കുക. ആരെ? നമ്മെ തന്നെ വിധിക്കുക. തിരുമേശയുടെ മുമ്പിൽ മാത്രമല്ല വിധിക്കപ്പെടേണ്ടത്. ഓരോ ദിവസവും തിരുവചനത്തിന് മുമ്പാകെ ഓരോ സന്ധിയും നാം ദൈവസന്ധി സ്വയശോധന ചെയ്യേണ്ടവരാണ്. നാം നമ്മെ തന്നെ വിധിക്കുക. എന്തുകൊണ്ടാണ് അവിടെ പറയുക? വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ചിലരുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ, ചെറിയ തെറ്റുകൾക്ക് പോലും പലപ്പോഴും ദൈവത്തികമായ ശിക്ഷകൾ കിട്ടാറുണ്ട്. അത് ഞാൻ തിരിച്ചറിയാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം താൻ സ്നേഹിക്കുന്നവരെ ബാലശിക്ഷ കൊടുക്കും. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചിലരോട് തൻ സ്നേഹം കുറഞ്ഞു പോയിട, നന്മയെ തൻകരം നൽകുമെന്നീശനിൽ. അപ്പോൾ ബാലശിക്ഷ നാം വിധിക്കപ്പെടുന്നുവെങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. സ്വയം ശോധന. അതുകൊണ്ട് ഇന്നും തിരുമേശ ആചരിക്കുമ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു യഹൂദ പശ്ചാത്തലമുണ്ട്. അവർ പെസഹ ആചരിക്കുമ്പോൾ അവിടെ പുളിപ്പുള്ളതൊന്നും പാടില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഗൃഹനാഥൻ ചെയ്യുന്നൊരു കാര്യം പ്രതീകാത്മകമായി, സിംബോളിക്കലി ഒരു റാന്തൽ കത്തിക്കുകയും വീടിൻ്റെ അകമെല്ലാം പരിശോധിക്കുകയും ചെയ്യും. എന്താണ്? എന്തെങ്കിലും പുളിച്ചതുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ നാമും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധീകരണ മാസത്തിൽ, ദൈവമേ, എന്തെങ്കിലും പുളിച്ചത് എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന് ചേരാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയശോധന ചെയ്യേണ്ട ഒരു വലിയ ആത്മീയ ദൗത്യം നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെയൊന്ന് ശോധന ചെയ്യുവാൻ. ഇയ്യോബിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നുണ്ട്, അവരുടെ മക്കളെല്ലാം ആ വട്ടമാകുമ്പോൾ, അതിൻ്റെ ടേൺ വരുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു കൂടും. പക്ഷെ അവരെങ്ങാനും പാപം ചെയ്തോന്ന് വെച്ച് അവർ പിരിഞ്ഞു കഴിയുമ്പോൾ ഇയ്യോബ് ദൈവസന്ധിയിൽ നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മക്കളുടെ തിന്മയ്ക്ക് വേണ്ടി. മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് ദൈവസന്ധിയിൽ ഇടിവി നിന്ന് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം നിൽക്കുന്ന പിതാവിനെ നാം ഇയ്യോബിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എങ്കിൽ സ്വയം ശോധന ചെയ്യുവാനുള്ള ഒരവസരത്തെ തിരുമേശയെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വരങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആ വരങ്ങളിലാണ് 9 വിധ പ്രധാനപ്പെട്ട വരങ്ങളെക്കുറിച്ചും സഹായ വരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്.
എന്നാൽ 14-ാം അധ്യായത്തിൽ അന്യഭാഷ ഭാഷണത്തെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും കാണുന്നുണ്ട്. അന്യഭാഷ എന്താണെന്ന് 14-ാം അധ്യായത്തിൽ കാണുന്നു. എന്നാൽ 13-ാം അധ്യായത്തിൽ 12, 13, 14 അധ്യായങ്ങൾ ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. അവിടെ കാണുന്നത് സ്നേഹം എന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുക. വിശുദ്ധീകരണ മാസത്തിൽ ഏറ്റവും വലിയ ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. അവിടെ വരങ്ങളെ ക്യാൻസൽ ചെയ്യുകയല്ല. വരങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത് സ്നേഹത്തിലൂടെ വേണം കൈകാര്യം ചെയ്യപ്പെടാൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ എളിയദാസൻ മനസ്സിലാക്കുന്ന വലിയൊരു ധാർമ്മിക അധപ്പതനം എന്ന് പറയുന്നത്, കൃപാവരങ്ങളുള്ള പലരും, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും സ്നേഹത്തിലൂടെ അല്ല കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. അവർ പലരും ചിലത് സംഭവിക്കുമെന്ന് അവർ പറയുന്നത് ആ ഒരു പഴയ നിയമ പ്രവാചകരുടെ യോനയുടെ മനസ്സോടാണ്. അത് സംഭവിക്കണം. അവിടെ ഒരു സ്നേഹത്തിൽ ചാലിച്ച ഒരു കണ്ണീരിൻ്റെ അനുഭവത്തിലൂടെ ആ ദൂത് പറയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള വലിയ ഒരു കാര്യം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അന്യഭാഷ ഭാഷണം, ഭാഷാപരം തെറ്റല്ല. പക്ഷേ അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താലവുമായി മാറുകയാണ്. 13-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ഭാഷാപരം ഉണ്ടായിട്ട് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി മാറുകയാണ്. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ, പ്രധാനമായും 5 വരങ്ങൾ അവിടെ കാണുന്നുണ്ട്. 1 ഭാഷകളുടെ വരമാണ്, 2 പ്രവചനമാണ്, 3 വിശ്വാസമാണ്, 4 ദാനം ചെയ്യാനുള്ള വരമാണ്, 5 രക്തസാക്ഷിയാകാനുള്ള വരമാണ്. 5 വിധ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. അപ്പം വരങ്ങളെ അവിടെ ക്യാൻസൽ ചെയ്യുകയല്ല. വരങ്ങളെ അവിടെ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത് സ്നേഹത്തിലൂടെ കൂടെ വേണം കൈകാര്യം ചെയ്യപ്പെടാൻ. അപ്പം നമുക്ക് ഇന്ന് രാത്രിയിൽ 13-ാം അധ്യായം ഒന്ന് ധ്യാനിക്കുവാനായിട്ട് കഴിയട്ടെ. എന്താണ്? വരങ്ങളെക്കാട്ടിലും വലുതാണ് സ്നേഹം. വരങ്ങൾ പ്രയോജനപ്രദമാകണമെങ്കിൽ, വരങ്ങൾ പൊതുപ്രയോജനത്തിനാകണമെങ്കിൽ, വരങ്ങൾ അപഹാസ്യപ്പെടാതിരിക്കണമെങ്കിൽ അത് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യപ്പെടാനായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും വരങ്ങൾ ഉപയോഗിക്കുന്നവർ സ്വയകേന്ദ്രീകൃതമായിട്ട് അത് ഉപയോഗിക്കുകയും അവരൊരു സ്വന്തം രാജ്യം സ്ഥാപിക്കുകയും സ്വന്തം സാമ്രാജ്യം പണിയപ്പെടാൻ വരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ അധാർമികമായ ഒരു കാഴ്ച നമ്മുടെ ചുറ്റും നാം കാണുന്നുണ്ട്. വരങ്ങൾ കൊണ്ട് സമ്പത്തുണ്ടാക്കുന്നവർ, വരങ്ങൾ കൊണ്ട് സ്വന്തം സാമ്രാജ്യം പണിയുന്നവർ, വരങ്ങൾ കൊണ്ട് സ്വയം പേര് കേൾക്കാൻ. വരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ ക്രിസ്തുവിൽ മറഞ്ഞുള്ളൊരു ശുശ്രൂഷയല്ല. സ്വയകേന്ദ്രീകൃതമായൊരു ശുശ്രൂഷയിലേക്ക് പോകുമ്പോൾ അവിടെ സ്നേഹം കാണുന്നില്ല. അതുകൊണ്ടാണ് വരങ്ങളുണ്ടെങ്കിലും 5 വരങ്ങളാണ് അവിടെ കാണുക. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, 2 പ്രവചനവരം ഉണ്ടായാലും, 3 എനിക്ക് വിശ്വാസം ഉണ്ടായാലും, 4 ദാനം ചെയ്യാനുള്ള വരമുണ്ടെങ്കിലും, 5 രക്തസാക്ഷിയാകാനുള്ള വരമുണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി മാറുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ് സ്നേഹം, എന്തല്ല സ്നേഹം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സ്നേഹമില്ലാതെ ഭാഷാവരെ ഉപയോഗിക്കുന്നവർ എന്തുമാത്രം അപഹാസ്യപ്പെടുകയാണ്. എല്ലാ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ചിട്ട്, എല്ലാ ധാർമ്മികതകളും ചെയ്തിട്ട് പുട്ടിന് പിരിയിടുന്ന പോലെ പാട്ടിനൊടുവിൽ പറയുന്ന ഒന്നാണോ ഭാഷ? ഭാഷാവരം ഉണ്ടായിട്ട് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി മാറുകയാണ്. ഭാഷാവരം ഉണ്ടായിട്ട് സ്നേഹമില്ല എങ്കിൽ അവിടെ ഭാഷ ദുരാത്മാവാണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ദൈവത്തോട് ചോദിച്ചു മേടിക്കേണ്ട ഒന്നാണ് സ്നേഹം എന്ന് പറയുക. ഈ ഭൂമിയെ മുമ്പോട്ട് കൊണ്ടുവന്ന സ്നേഹമാണ്. എന്താണ് സ്നേഹം എന്നാണ് അവിടെ പറയുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയാണ്. കേരളക്കാർക്ക്, ഇന്ത്യക്കാർക്ക് മറക്കാനാവാത്ത 1-2 സംഭവങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ജോൺ പോൾ രണ്ടാമനെ 1981 മെയ് 13 മുഹമ്മദ് അലി ആഖ വെടിവെക്കുന്നുണ്ട്. ആ വെടിയേറ്റത് ലക്ഷ്യം തെറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുകയാണ്. പക്ഷേ തന്നെ വെടിവെച്ച വ്യക്തിയെ കാണാൻ വേണ്ടി ജോൺ പോൾ രണ്ടാമൻ ജയിലിലേക്ക് പോകുമ്പോൾ ലോകം പാടിയൊരു കാര്യമുണ്ട്, പാപിയെ തേടി വന്നവൻ്റെ പിൻഗാമിയാണ്. തന്നെ വെടിവെച്ച മുഹമ്മദ് അലി ആഖയെ കാണാൻ വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജയിലിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്, മറക്കപ്പെടാത്ത ഒരു കാര്യം. ഇൻഡോറിൽ നിന്ന് ഭോപ്പാലിലേക്കുള്ള
പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. മധ്യപ്രദേശിലെ ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ റാണി മരിയ എന്ന സഹോദരി കന്യാസ്ത്രീയെ സമന്ദർ സിംഗ് തുരുതുരെ കുത്തി കൊല്ലുകയാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് ഓർഡറിൽപ്പെട്ട ആ കന്യാസ്ത്രീ തുരുതുരെ കുത്തേറ്റ് മരിച്ച ദാരുണമായ ഒരു സംഭവം നമ്മുടെ ഓർമ്മയെ കാണും. പക്ഷേ സംഭവം അവിടം കൊണ്ട് തീർന്നില്ല. സമന്ദർ സിംഗ് ജയിലിലേക്ക് പോവുകയാണ്. സമന്ദർ സിംഗ് ജയിലിലേക്ക് പോയതിന് ശേഷം സംഭവിച്ചതാണ് അത്ഭുതകരമായൊരു കാര്യം. ഈ സിസ്റ്റർ റാണി മരിയ പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള ഒരു കുടുംബത്തിലെയാണ്. അതിനുശേഷം സംഭവിച്ച ഒരു കാര്യം, തൻ്റെ സഹോദരി സിസ്റ്റർ സെൽമി പോൾ ഈ സമന്ദർ സിംഗിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ജയിലിലേക്ക് ചെല്ലുകയും ജയിലധികൃതരുടെ അനുവാദത്തോടു കൂടി തൻ്റെ സഹോദരിയെ തുരുതുരെ കുത്തിക്കൊന്ന സമന്ദർ സിംഗിൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, രാഖി. അത് ഒരു ഇന്ത്യൻ കൾച്ചറിൽ ഒരു സഹോദരൻ്റെ കയ്യിൽ, സഹോദരനായി കാണുന്ന ഒരാളുടെ കൈകൾ കെട്ടുന്ന ഒരു വലിയ പാരമ്പര്യം അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് മറ്റ് പല ചിത്രങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും അവിടെ തൻ്റെ സ്വന്തം സഹോദരനായി കണ്ടുകൊണ്ട് തൻ്റെ സ്വന്തം സഹോദരിയെ, കൂടപ്പുറപ്പിനെ കുത്തിക്കുന്ന ആ സഹോദരൻ്റെ കയ്യിൽ രാഖി രക്ഷാബന്ധനം കെട്ടുകയാണ്. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ 2006 ഈ സമന്ദർ സിംഗ് ജയിലിൽ നിന്ന് വിമോചനാകുന്നുണ്ട്. ജയിലിൽ നിന്ന് വിമോചനായ ശേഷം അദ്ദേഹം പുല്ലുവഴി വരികയും പെരുമ്പാവൂർ വരികയും ആ വീട് സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ വല്ലാതെ ട്രാൻസ്ഫോം ചെയ്ത ഒന്നാണ് സിസ്റ്റർ റാണി മരിയയുടെ സഹോദരി തൻ്റെ സന്ദർശിക്കുകയും തന്നോട് ക്ഷമിക്കുകയും ചെയ്തത്. തൻ്റെ ഒരു സഹോദര തുല്യനായി കണ്ടുകൊണ്ട് സ്വന്തം കൂടപ്പിറപ്പിനെ തുരുതുരെ കുത്തിക്കൊന്ന സഹോദരൻ്റെ കയ്യിൽ ഒരു സഹോദരി എന്ന നിലയിൽ സഹോദരനായി അംഗീകരിച്ചുകൊണ്ട് ആ ചരട് കെട്ടുമ്പോൾ, ആ ചരട് കെട്ടുന്നത് എന്നുള്ള കാര്യമല്ല ഞാൻ പറയുക, എങ്കിലും ലോകം കണ്ട വലിയൊരു സത്യമുണ്ട്. സ്നേഹം ക്ഷമിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? വരികയാണ് ആ ദിവസം. തൻ്റെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവനെയും ചുട്ടുകൊന്ന ദിവസത്തിന് ഇനിയും ദിവസങ്ങളേ ഉള്ളൂ. ആ രക്തസാക്ഷി ദിനത്തിന് മറക്കരുത്. ഗ്രഹാം ഷെയ്ൻസിൻ്റെ രക്തസാക്ഷി ദിനമാണ് ഈ ആഴ്ചയിൽ. തിരുവല്ലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ലോകം കണ്ട ഒരു കാര്യം, ആ സഹോദരി അവരോട് ക്ഷമിച്ചതാണ്. എന്താണ് സ്നേഹം? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതാണ്. സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്ന ഒന്നിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുക. വിശുദ്ധീകരണ മാസത്തിൽ നമ്മൾ എന്തോരം സ്നേഹത്തിൽ വളർന്നു എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ടത്. നമ്മളൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതിന് 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോൾ 12 വയസ്സിൻ്റെ 15 വയസ്സിൻ്റെ ഒക്കെ സന്തോഷത്തിൽ കേക്ക് മുറിക്കുകയും ചിലപ്പോൾ ആഘോഷങ്ങൾ നടക്കുകയും 15 എന്നുള്ള അല്ലെങ്കിൽ അത്രയും മെഴുകുതിരി വെക്കുകയും ഊതിക്കെടുത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവിടെ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റാറ്റസ് മാറുകയാണ്. സാധാരണ ഒരു സഹോദരൻ, ഒരു ആണും പെണ്ണുമായിട്ട് നടന്നവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഭാര്യയും ഭർത്താവുമായി മാറുകയാണ്. വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം ചോദിക്കേണ്ട കാര്യം, ദാമ്പത്യ ജീവിതത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുക. 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചിന്തിക്കപ്പെടേണ്ട കാര്യം എന്തുമാത്രം സ്നേഹത്തിൽ വളർന്നു എന്നുള്ളതാണ്. സ്നേഹത്തിൽ വാശിയുടെയും പിണക്കത്തിൻ്റെയും ലോകത്തൂടെ പോവുകയാണ്. വല്ലാതെ സങ്കടം തോന്നിയ, വല്ലാതെ ഉള്ളു പൊള്ളിപ്പോയ പല സംഭവങ്ങളിലൊന്ന് വാർഷികത്തിൻ്റെ എത്രയാണ് 50ാം വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ, 50 ഓർക്കുന്നില്ല എങ്കിലും 50ാം വർഷം ആഘോഷിക്കുകയാണ് അപ്പനും അമ്മയും. 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവ ദമ്പതികളാണ്. പക്ഷേ അവരുടെ പത്രത്തിൽ, സഭാ മാസികയിലോ പത്രത്തിലോ ഒക്കെ വാർഷികത്തിൻ്റെ ആ അഡ്വർടൈസ്മെൻറ്റ് പണം കൊടുത്ത് ഇടുകയാണ്. പക്ഷെ പണം കൊടുത്ത വാർഷികത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഇട്ടപ്പോൾ സങ്കടകരമായൊരു കാര്യം, അവർക്കിഷ്ടമില്ലാതിരുന്ന, അവർ മാറ്റി നിർത്തിയ, പിണക്കം തോന്നിയ, വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ഒരു മകൻ്റെ പേര് മക്കളുടെ കോളത്തിലില്ല. സ്വന്തം അപ്പൻ കാശ് കൊടുത്ത്
ഇട്ട അഡ്വർടൈസ്മെൻറ്റിനകത്ത് തൻ്റെ ഉദരത്തിൽ നിന്ന് രക്തത്തിൽ നിന്ന് പുറത്ത് വന്ന മകൻ്റെ പേരില്ലാതെ അഡ്വർടൈസ്മെൻ്റ് ഇട്ടപ്പോൾ ആ മകൻ എനിക്ക് ആ ഫോട്ടോ ഇട്ട് തന്ന് വായിച്ചോ. മൂത്ത ആളുടെ ഉണ്ട്, മറ്റേ ആളുടെ ഉണ്ട്. പക്ഷേ ഈ മകൻ്റെ പേരിടാൻ ആ അപ്പന് മനസ്സില്ല. ആ അമ്മ എന്തുമാത്രം മുറിഞ്ഞു കാണും, ആ മകൻ എന്തുമാത്രം മുറിഞ്ഞു കാണും, ആ മകൻ്റെ പങ്കാളി എന്തുമാത്രം മുറിഞ്ഞു കാണും, ആ മകൻ്റെ കുഞ്ഞുങ്ങൾ അത് കാണുമ്പോൾ അവർക്കെന്ത് മുറിവുണ്ടാകും. എന്തിനാണ് ഈ അരിശം, എന്തിനാണ് ഈ പിണക്കം? ഇവിടെ ഓർക്കണം, ഇവിടെയാണ് സിസ്റ്റർ സെൽമി പോളിൻ്റെ ക്രൈസ്തവ ധാർമ്മികത ലോകത്തെ, ഇന്ത്യയെ പിടിച്ചു കുലുക്കിയത്. 2006 സമന്ദർ സിംഗ് പുറത്തു വരുമ്പോൾ കേരളത്തിൽ വന്നിരുന്നു. ഇന്ന് അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ ഒരു പ്രചാരകനായിട്ട് ഒരു ശാന്തമായ ജീവിതം നയിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ പിണക്കം, എന്തിനാണ് ഈ പിണക്കം? ഇന്ന് രാത്രിയിൽ ചിന്തിക്കുക, സ്നേഹം ദീർഘമായി ക്ഷമിക്കുക. ആരാണ് മുൻകൈ എടുക്കുക, ആരാണ് തോക്കുക, ആരാണ് ജയിക്കുക? ആര് ജയിച്ചു? അൾട്ടിമേറ്റ്ലി ആരാ ജയിക്കുക? ആരും ജയിക്കാത്ത ഒരു യുദ്ധത്തിൽ ആരൊക്കെയോ തോക്കുകയാണ്, എല്ലാവരും തോക്കുക. എങ്കിലും വായിച്ച ഒരു സംഭവം ഓർമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ ദാമ്പത്യത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഗ്രാമാന്തരീക്ഷത്തിലെ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഭർത്താവ്, പട്ടണത്തിൽ നിന്ന് വന്ന പെൺകുട്ടി, അവരൊന്നിച്ച് ജീവിക്കുമ്പോൾ ഭാര്യ രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് കഴിച്ചു. വലിയ സന്തോഷത്തോടെ അവൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഉപ്പ് കുറവാണ്. ഉപ്പ് കുറവാണെന്ന് പറയാൻ കാര്യമുണ്ട്, അവൾക്ക് ഉപ്പ് കൂടുതലല്ലത്. അവൾ നോക്കിയിട്ട് പറഞ്ഞ് പാകമാണല്ലോ. കാരണം പട്ടണത്തിൽ വളർന്ന അവിടെ പപ്പായിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും BP ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ ഉപ്പ് കുറവാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അവളുടെ നാക്കിന് ആ ഉപ്പ് പാകമാണ്, പരുവമാണ്. പക്ഷേ നല്ല ഗ്രാമത്തിൽ അധ്വാനിച്ച് ജീവിച്ച അവിടുത്തെ അപ്പന് നല്ലപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരൂടെ ഉപ്പിട്ട്, നമ്മുടെ പഴയ കാരണന്മാരൊക്കെ കണ്ടിട്ടില്ലേ, ചോറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരൂടെ ഉപ്പിടും. എന്നാൽ അവർ നല്ലപോലെ വേർക്കൊഴുപ്പി അധ്വാനിക്കുന്നവരാണ്, കർഷകരാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഉപ്പ് കൂട്ടി കഴിക്കുന്നവരാണ്. അദ്ദേഹത്തിന് ഉപ്പ് കൂടുതലാണ്. അപ്പോൾ ഈ സൗകര്യം ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ ഇച്ചിരൂടെ കൂടുതൽ ഉപ്പിട്ട് കറി ഉണ്ടാക്കാം. പക്ഷേ ചേട്ടൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, അവൾ ഉപ്പ് കൂടുതലിട്ടാൽ എനിക്ക് പാകമാകും, പക്ഷേ അവൾക്കത് ബുദ്ധിമുട്ടാകില്ലേ? രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുന്നു, നീ ഇച്ചിരി ഉപ്പ് കൂട്ടുക, ഞാൻ ഇച്ചിരി ഉപ്പ് കുറയ്ക്കാം. ആരൊക്കെ ഒന്ന് തോക്കുകയും ആരൊക്കെ ഒന്ന് മാറുകയും ഒന്ന് തോക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഈ പിണക്കം തീരത്തുള്ളൂ. ദൈവമേ സഹായിക്കണമേ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുക. എന്തെന്നില്ലാത്ത ബഹളങ്ങളുടെയും വഴക്കുകളുടെയും ഒക്കെ ലോകത്തൂടെ ഉത്തരാധുനിക സമൂഹം പോവുകയാണ്. എന്തിനാണ് ഈ പ്രകമ്പനങ്ങൾ, എന്തിനാണ് ഈ ഭൂകമ്പങ്ങൾ? നമുക്ക് പോലും അറിയാത്ത, നമുക്ക് പോലും ചിന്തിക്കാത്ത രീതികളിലേക്ക് പ്രശ്നങ്ങൾ നീളുമ്പോൾ സ്നേഹം 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 ദീർഘമായി ക്ഷമിക്കുകയാണ്. സ്നേഹം ദയ കാണിക്കുന്നു. എന്താണ് ദയ എന്ന് പറയുന്നത്? അത് വെറും സിമ്പതിയല്ല, കമ്പാഷൻ ഇൻ ആക്ഷനാണ്. സ്നേഹം ദയ കാണിക്കുന്നതാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുക. അനുകമ്പ നോക്കി നിൽക്കുന്നതാണ്. പക്ഷേ പ്രാവർത്തികമാക്കുന്ന ഒന്നിൻ്റെ പേരാണ് ദയ എന്ന് പറയുക. ഒരു പക്ഷേ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാം, അഭിപ്രായം പറയാം. പക്ഷേ സ്വന്തം വാഹനത്തിൽ ആ വ്യക്തിയെ കോരിയെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ പുത്തൻ കാറിലെ ചോര പറ്റിയെന്ന് വരും. നമ്മുടെ കാർപ്പറ്റ് നല്ല ലെതർ സീറ്റോ നല്ല കുഷ്യനോ അല്പം ചോര പുരണ്ടാൽ അതൊന്ന് കഴുകിക്കളയാൻ ഒരു നല്ല ഒരു സർവീസ് സ്റ്റേഷനിൽ കയറ്റിയാൽ മതി. പക്ഷേ ആ ചോര അവിടെ പിരളുമ്പോൾ അവിടെ ദയയാകുകയാണ്. ആ ആക്സിഡൻറ്റിൽപ്പെട്ട ആളെ വാരിയിട്ടുകൊണ്ട് പോകും. ദയവായിട്ട് എളിവൻ പറയട്ടെ, നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ഒരു കൃത്യത്തിന് വേണ്ടി മുതിർന്നാൽ ഒരിക്കലും അവരെ ഡിസ്കറേജ് ചെയ്യരുത്. കാരണം ജീവൻ രക്ഷിക്കുന്ന ദയയുടെ, ജീവൻ രക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ ഭാഗമാകുന്നവർ സ്നേഹം ദയയായി മാറുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഇന്ന് രാത്രിയിൽ ക്ഷമയുടെ വിശാലപ്പെട്ട ലോകത്തേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ഇങ്ങനെ അരിശപ്പെടുന്നത്, വല്ലാതെ പിണക്കത്തിലൂടെ പോകുന്നത്? എത്രയോ മാസങ്ങളായി മിണ്ടാതിരിക്കുന്നവർ, പിന്നെ എന്ത് വിശുദ്ധിയാണ് നമുക്ക് പറയാനുള്ളത്? ദൈവമേ എന്നെ വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. കായ്ക്കുകയാണ്, സ്നേഹം ദയ കാണിക്കുകയാണ്. ഈ
ജീവനുള്ള ആ സംഭവം മറക്കരുത്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്താണ് ഇവിടെ കാണുക? ഇല്ല, സ്നേഹം അതല്ലെന്ന് പറയുകയാണ്. പിന്നെ സ്നേഹം എന്താണ്? അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം എല്ലാം സഹിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. എന്താണ് സ്പർദ്ധ? മറ്റുള്ളവരുടെ ഉയർച്ചയിലുണ്ടാകുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥത. ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരു കുഞ്ഞിനൊരു നന്മയുണ്ടായാൽ, നല്ലൊരു മാർക്ക് ലഭിച്ചാൽ, നല്ലൊരാളൊരു വണ്ടി എടുത്താൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പുതിയ വണ്ടി ഒരാൾ എടുത്താൽ അപ്പോഴത്തേനും നമ്മളങ്ങ് ഭയങ്കര മുനിയാവും. ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി പോകുന്നവരല്ലേ. ഒരു നല്ല വീട് ഒരാൾ വെച്ചാൽ സ്വർഗത്തിൽ നിക്ഷേപിക്കേണ്ട നമ്മൾ എന്തിനാണ് ഈ വീട്? സത്യത്തിൽ അവിടെ എളിമയുടെ ഒരു ലോകത്തൂടെ ചിന്തിക്കുകയല്ല. മറ്റൊരാൾക്ക് ഒരു നല്ല ഉയർച്ച വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിവാഹം കിട്ടിയാൽ സന്തോഷിക്കാൻ കഴിയാത്തവർ, നല്ലൊരു റിസൾട്ട് കിട്ടി, അങ്കിളെ ഞാൻ നല്ല പോലെ പാസ്സായി ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഉള്ളുകൊണ്ട് ആ കുഞ്ഞിൻ്റെ സന്തോഷത്തിനൊന്ന് സന്തോഷിച്ച് അനുഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അകത്ത് സ്നേഹമുണ്ടോ? ഒരു കുഞ്ഞ് നല്ല മാർക്ക് കിട്ടിയെന്ന് പറയാം. ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞിന് അത്രയും മാർക്കൊന്നും കാണില്ല. മാർക്കില്ലാത്തത് കൊണ്ട് മാത്രം ഒരു കുഞ്ഞിനെ അളക്കരുത്. മാർക്കില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ മറ്റു പല നിലകളിലും അവർ അനുഗ്രഹിതരാകും. ചില കലകളിൽ മിടുക്കരാകും. മാർക്ക് മാത്രമാണ് ഒരു കുട്ടിയെ അളക്കേണ്ടത്. എങ്കിലും നല്ല മാർക്ക് മേടിച്ചു, നീറ്റ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ, MBBS അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ, ദൈവമേ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഉള്ളു തുറന്നൊന്ന് അനുഗ്രഹിക്കാൻ കഴിഞ്ഞ നന്മ വരട്ടെ കുഞ്ഞെ. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കുഞ്ഞിന് നീറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ അന്ന് എൻട്രൻസാണ്, മെഡിസിൻ അഡ്മിഷൻ കിട്ടിയാൽ നാട്ടുകാരെല്ലാം അവിടെ കൂടും. പ്രായമുള്ളവരൊക്കെ വന്നിട്ട് പറയും, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്ന മക്കൾക്കൊക്കെ അയൽവക്കത്തുള്ളവരൊക്കെ വന്നിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു. ഇങ്ങനെ നാടിൻ്റെ ഒരു സമ്പ്രദായമാണ്, തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിക്കും. ഒരു വിവാഹത്തിന് ഇറങ്ങി പോകുമ്പോൾ കാരണവന്മാരും അയൽക്കാരും ഒക്കെ വന്നിട്ട് ഒരു തലയിലൊരു കൈ വെച്ച് കുഞ്ഞെ നന്മ വരട്ടെ എന്ന് പറയുന്ന ഒരു ആത്മീയ പശ്ചാത്തലം. പക്ഷേ ക്രൈസ്തവ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മറ്റൊരു കുഞ്ഞിൻ്റെ നല്ലൊരു സന്തോഷത്തിൽ ഉള്ളു നിറഞ്ഞ് ഒന്നും തലയിൽ കൈവച്ച് കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നുണ്ടോ? സന്തോഷമുണ്ട്. നീ യാത്ര പോവല്ലേ, നിനക്ക് ജോലി കിട്ടിയില്ലേ, നിനക്ക് നല്ലൊരു വിവാഹം ഒരുങ്ങിയില്ലേ, സന്തോഷമുണ്ട് കുഞ്ഞെ എന്ന് പറയാൻ കഴിയുന്ന ഒരാത്മീയ വിശാലത, അതാണ് സ്നേഹം. അതോ ചെറിയതായിട്ടെങ്കിലും ഒരു കിരികിരിപ്പ്, ഒരു അസ്വസ്ഥതയുണ്ടോ? ദൈവമേ, ആരുടെ ഉയർച്ചയിൽ വേദനിക്കാത്തൊരു ഹൃദയവും അസ്വസ്ഥപ്പെടാത്തൊരു ഹൃദയവും ആരുടെയും താഴ്ചയിൽ സന്തോഷിക്കാത്തൊരു ഹൃദയവും ഈ വിശുദ്ധീകരണ മാസത്തിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. ആരുടെയും ഉയർച്ചയിൽ അസ്വസ്ഥപ്പെടാത്തൊരു ഹൃദയവും ആരുടെയും താഴ്ചയിൽ സന്തോഷിക്കാത്തൊരു ഹൃദയവും. ഒന്നുകൂടെ പറയട്ടെ, ആരുടെയും ഉയർച്ചയിൽ അസ്വസ്ഥപ്പെടാത്തൊരു ഹൃദയവും ആരുടെയും താഴ്ചയിൽ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാനും ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കാനുമുള്ള ഒരു മാനസിക വിശാലത തരണമേ. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവാനും ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കുവാനും ഉള്ളൊരു മാനസിക വിശാലത തരണമേ. ഒരിക്കലും ഒരാളുടെ ഉയർച്ചയിലും അസ്വസ്ഥപ്പെടാത്ത ഒരു ആത്മീയ വിശാലത. അതുകൊണ്ട് എല്ലാം ജയിച്ച, എല്ലാം നേടിയ, എല്ലാം തികഞ്ഞ ഒരാളായിട്ടല്ല, എല്ലാ വീഴ്ചകളോടും കൂടെ ഈ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എളിവനും പറയുന്നു, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആരുടെയും ഉയർച്ചയിൽ അസ്വസ്ഥപ്പെടാത്ത, ആരുടെയും ഇകഴ്ചയിൽ തകർച്ചയിൽ സന്തോഷിക്കാത്ത, സ്പർദ്ധിക്കാത്ത ഒരു ഹൃദയം. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. ചീർക്കുക എന്നൊക്കെ പറയുന്നത് ലവ് ഡസിൻ്റെ അരകൻ, അഹങ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പലരും അറിയാതെ തന്നെ അവരുടെ അഹന്തകൾ പുറത്ത് കാണിക്കാറുണ്ട്.
നമുക്കൊരു ഉയർച്ച കിട്ടുമ്പോൾ അത് പ്രദർശനത്തിൻ്റെ ലോകമാണ്. ഒരു പ്രദർശനോത്സുകത എല്ലായിടത്തുമുണ്ട്. നമ്മുടെ കയ്യിലൊരു നല്ല ബൈക്കൊക്കെ കിട്ടിയാൽ പലരും കണ്ടിട്ടില്ല, അത് ഭയങ്കര ശബ്ദത്തിലൊക്കെ പോവുക. എന്തിനാ ഈ മക്കളൊക്കെ ഇങ്ങനെ പോവുക? അവരുടെ ആ ബൈക്ക് അവർ പ്രദർശിപ്പിക്കുകയല്ലേ. കുഞ്ഞുങ്ങളെ പ്രദർശിപ്പിക്കാത്ത ഒരു ലോകം. അതായത് നമ്മൾ ഒന്നിലും അഹങ്കരിക്കാതെ വിനയപ്പെട്ട് ജീവിക്കണം. മനുഷ്യരായ മനുഷ്യരൊക്കെ എന്തിനാണ് ഈ നിഗളം അഹങ്കാരമൊക്കെ ഉണ്ടാകുക? ഞാൻ വല്ലാതെ ദുഃഖിക്കുന്ന ഒരാളാണ് പല കാര്യത്തിലും. കാരണം ഒത്തിരി ജീവിതം കണ്ടു, ഒത്തിരി പേരുടെ കണ്ടു. നിഗളിച്ചവരൊക്കെ പലരും അടിപറ്റിപ്പോകുന്നത് ഞാൻ കണ്ടു. ശുശ്രൂഷയിൽ നിഗളിച്ച പലരും ഇന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശുശ്രൂഷയിൽ നിഗളിച്ച പലരും ഇല്ല എന്നുള്ളത് സത്യമാണ്. ധനത്തിൽ നിഗളിച്ച പലരും ഇന്ന് ദരിദ്രരാണെന്നുള്ളത് സത്യമാണ്. പലതിലും നിഗളിച്ച പലരുമില്ല. അപ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണിന്നീ മണ്ണിൽ. എന്നാലോ സാധു ഞാൻ സന്നിധയെ നിന്നത്, പൊന്നേശുവേ കൃപയ 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 കൃപയ. എവിടെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹം കുറയുകയാണ്. ദൈവമേ, അഹങ്കരിക്കാത്തൊരു ഹൃദയം തരണം. സ്നേഹം ചീർക്കുന്നില്ല. സ്നേഹം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരിക്കലും അസ്വസ്ഥപ്പെടാതിരിക്കാൻ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒരിക്കലും അസ്വസ്ഥപ്പെടാതിരിക്കാൻ. ദൈവമേ, അവിടുത്തെ വീട്ടിലെ കുഞ്ഞിന് ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ, അവിടെ നല്ലൊരു വിവാഹം ഉറച്ചു എന്ന് കേൾക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിനെക്കാട്ടും പ്രായം കുറഞ്ഞൊരു കുഞ്ഞായിരിക്കും അത്. നമ്മുടെ മോളായിരിക്കും അതിലും പ്രായമുള്ളത്. എൻ്റെ മോൾ നിൽക്കുമ്പോൾ അനിയത്തിയുടെ മോൾക്ക് കല്യാണം വന്നപ്പോൾ അസ്വസ്ഥപ്പെടരുത്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ മകൾക്കിടെ കല്യാണത്തിന് വരുമ്പോൾ അത് ദേഷ്യപ്പെട്ട് പിണങ്ങി കല്യാണ ഉറപ്പിന് പോകാതിരിക്കുന്ന സഹോദരി. എല്ലാവരും ചോദിക്കുക, എന്തിയ കൂടപ്പുറപ്പെന്ന്? ഒറ്റക്കാരിയോ അവിടെ കുശുമ്പാണ്. അവൾക്കൊരു നന്മയുണ്ടായതിൻ്റെ കുശുമ്പ്. ദൈവമേ, നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം അതിൻ്റെ സമയത്ത് നടന്നോളും. നമ്മുടെ കുഞ്ഞിൻ്റെ ജോലി അതിൻ്റെ സമയത്ത് കിട്ടിക്കോളും. നമുക്ക് വരേണ്ടതെല്ലാം വന്നോളും. പക്ഷെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കണം. വീണ്ടും പറയട്ടെ, സന്തോഷിക്കുന്നവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ ഹൃദയം നിറഞ്ഞ് അവരോട് പങ്കുചേരാനുമുള്ള കൃപ. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല. ഒന്നിലും അഹങ്കരിക്കാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഒന്നിലും അഹങ്കരിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ചീർക്കുന്നില്ല. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് സ്നേഹം. ഞാൻ പെട്ടെന്ന് പോട്ടെ. എല്ലാം വിശ്വസിക്കുകയാണ്, എല്ലാം പൊറുക്കുകയാണ്, എല്ലാം പ്രത്യാശിക്കുകയാണ്. ഇന്നത്തെ ഉത്തരാധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയും ഒരു നിഷേധാത്മകമായ ഒരു ചിന്തകൾ കൊണ്ട് നിറയുകയാണ്. ഈ ലോകം ഈ മീഡിയയുടെയൊക്കെ അമിതമായ സ്വാധീനം കൊണ്ട് ഉണ്ടായിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറയും. ഈ ലോകം തന്നെ ഒരു ശരിയാകാൻ പോകുന്നില്ല. ഇവിടെ എല്ലാം അശുഭകരമായിട്ട് എല്ലാത്തിനെയും കാണുക. സിനിസിസം, പെസിമിസം, എല്ലാം ഒന്നുമില്ല, എല്ലാം പോയി, ശരിയാകാൻ പോകുന്നില്ലെന്നുള്ളൊരു ചിന്ത. പക്ഷേ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. 3 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അപ്പോസ്തലൻ പറയുക: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സ്നേഹത്തിന് എല്ലാത്തിനും പ്രത്യാശയാണ്. എന്താണ് പ്രത്യാശ? പ്രിയരെ, ചിലപ്പം പൈസ പോയതവർ കാണും. പൈസ പോയതുകൊണ്ടെല്ലാം പോകണമെന്നില്ല. ഈശോയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും. എല്ലാം പോയപ്പോഴും പ്രതീക്ഷ തരുന്ന ഒന്നാണ് ദൈവസ്നേഹം. എന്തുകൊണ്ടാണ് സ്നേഹം? ഇന്ന് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു. എപ്പോഴാണ് ആത്മഹത്യയിലേക്ക് ചെല്ലുക? പ്രത്യാശ പോകുമ്പോഴാണ്. എല്ലാം ഇരുളടഞ്ഞതായി തോന്നുമ്പോഴാണ്. പക്ഷേ സ്നേഹമുണ്ടോ? ദൈവസ്നേഹം. അവിടെ ഏത് ഇരുട്ടിനകത്തും കാണാൻ കഴിയും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. സ്നേഹമെല്ലാം പ്രത്യാശിക്കുകയാണ്. സ്നേഹത്തിന് വിശ്വാസമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സ്നേഹമെല്ലാം സഹിക്കുന്ന, ലവ് എൻഡ്യൂയേഴ്സ്, സഹിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സഹനങ്ങളുടെ ലോകത്തിൽ മനുഷ്യൻ പരാജയപ്പെടുന്നതാണ്. ദാമ്പത്യം ഒരു സഹനമാണ്. ശുശ്രൂഷ ഒരു സഹനമാണ്. സഹനത്തിൻ്റെ ലോകത്തിൽ ഇടറിപ്പോകുന്നവരെയാണ് നാം കാണുക. സഹിക്കാൻ കഴിയാത്ത മക്കൾ. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അവരിടയ്ക്കുന്ന് ബെല്ലടിച്ചിറങ്ങിപ്പോരുന്നു. എന്താണ്? ദാമ്പത്യത്തിൻ്റെ കഷ്ടതകൾ സഹിക്കാൻ അവർ കഴിയുന്നില്ല. പക്ഷേ തളർന്നുപോയ ഭർത്താവിനെ, മനസ്സ് തളർന്നുപോയ, ഇടറിപ്പോയ ഭാര്യയെ ഒക്കെ കൊണ്ടു നടക്കുന്നവർ, മറവിയുടെ ലോകത്തേക്ക് പോയ ഭർത്താവിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നവർ. ഞാൻ വായിച്ചിട്ടുണ്ട്, ഭർത്താവിന് മറവിയാണ്. മറവിയുടെ ആ ഭർത്താവ് വീട്ടിൽ നോക്കാൻ ആളുണ്ട്.
എന്നിട്ടും ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ആ സഹോദരി അവിടേക്ക് പോകാനായിട്ട് വെപ്രാളപ്പെടുക. ചോദിക്കുന്നു, കൊടുക്കുന്ന അദ്ദേഹം അറിയില്ല, അവിടെ കൊടുക്കാൻ ആളില്ലേ. എങ്കിലും തൻ്റെ ഭർത്താവിന് ആ സമയമാകുമ്പോൾ ഭക്ഷണം കൊടുക്കുവാൻ താൻ വേണമെന്നൊരു നിർബന്ധം. എന്താണ് സ്നേഹം? സഹനമാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ഇടറിപ്പോകാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടണം. ഈ വിശുദ്ധീകരണ മാസത്തിൽ നമുക്ക് ദൈവത്തോടൊന്നും പറയാം, ദൈവമേ അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. 1 കൊരിന്ത്യർ 13 അധ്യായം എത്ര ആവർത്തി വെള്ളം വായിക്കണം? എല്ലാ ദിവസവും വായിച്ചാലും അധികമാകാത്ത ഒന്നാണ് 1 കൊരിന്ത്യർ 13. സ്നേഹത്തെ വർദ്ധിക്കണ്ടേ? ഏറ്റവും വലിയ വിശുദ്ധിയുടെ ഭാവം എന്ന് പറയുന്ന സ്നേഹമല്ലേ? അത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ 1 കൊരിന്ത്യർ 13 അങ്ങ് കൃത്യമായി വായിക്കുക. തുടരെ വായിക്കുക, തുടരെ വായിക്കുക. അറിയാതെ ദൈവസ്നേഹം നമ്മളിലേക്ക് നിറയാൻ തുടങ്ങും. സ്നേഹം കെട്ടുപോയിട്ടില്ല, സ്നേഹം ഉതിർന്നു പോകത്തില്ല. യഥാർത്ഥ സ്നേഹം ഒരിക്കലും പോകുന്നതല്ല. ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇല്ലാതാകുന്നതല്ല സ്നേഹം. നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ഷോർട്ട് ടേം റിലേഷൻഷിപ്പാണ്, ചെറിയ കാലത്തേക്കുള്ള സ്നേഹങ്ങളാണ്. പക്ഷേ ലോങ് ടേം റിലേഷൻഷിപ്പുള്ള സൗഹൃദങ്ങൾ എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, 1-ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചത്, 10 വരെ ഒന്നിച്ച് പഠിച്ചത്, ഇപ്പം വയസ്സ് 80 എന്നിട്ടും ആ സ്നേഹം ഇങ്ങനെ തുടരുകയാണ്. നമ്മൾ ദീർഘനാളത്തേക്ക് നിൽക്കുന്ന ബന്ധങ്ങളുടെ സ്നേഹം, അതിനിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സ്നേഹം ഉതിർന്നു പോകാത്ത സ്നേഹം. അതുകൊണ്ട് സ്നേഹത്തിൽ വളരുവാൻ ഈ വിശുദ്ധീകരണ മാസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്ഷമിക്കുന്ന സ്നേഹം, പ്രത്യാശിക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, ദയ കാണിക്കുന്ന സ്നേഹം. അതില്ലാതെ എന്ത് ഭാഷാവരം, അതില്ലാതെ എന്ത് പ്രവചനം, അതില്ലാതെ എന്ത് രോഗശാന്തി. ദൈവമേ, സ്നേഹത്തിൽ വളരാൻ കുപ്പുകയിലോടെ പ്രാർത്ഥിക്കുക, നിറമൊഴികളോടെ പ്രാർത്ഥിക്കുക. കുറച്ചുകൂടെ സ്നേഹിക്കാൻ. ഈ വിശുദ്ധീകരണ മാസത്തിൽ എൻ്റെ അമ്മയെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, പിതാവിനെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, പങ്കാളിയെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, എന്തുമാത്രം സ്നേഹത്തിൽ ഞാൻ വളർന്നു എന്ന് ഒന്ന് നോക്കാൻ. ശുശ്രൂഷയെ വളർന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പാസ് ശുശ്രൂഷയിൽ ഇപ്പോൾ ഒത്തിരി വളർന്നു എന്ന് ചിലർ പറയാറുണ്ട്, പഴയ ആളല്ല. പക്ഷേ എൻ്റെ ശുശ്രൂഷ വളർന്നു എന്ന് നിശ്ചയിക്കുന്നത് ഞാൻ എത്ര മീറ്റിംഗും പ്രസംഗിച്ചെന്നോ എത്ര രാജ്യത്ത് പോയെന്നോ ഒന്നും ഉള്ളതല്ല. എന്തുമാത്രം എൻ്റെ ജനത്തെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത്. സ്നേഹത്തിൽ ഞാൻ എന്തോരം വളർന്നോ അതാണ് എൻ്റെ വളർച്ചയുടെ മാനദണ്ഡം സ്വർഗം നോക്കുന്നത്. ഞാൻ എത്ര രാജ്യത്ത് പോയെന്നോ എത്ര യോഗത്തിൽ പ്രസംഗിച്ചെന്നോ എൻ്റെ എത്ര പ്രസംഗം യൂട്യൂബിൽ അപ്ഡേറ്റ് ആയെന്നോ ഒന്നും തമ്പുരാൻ്റെ കണക്കിലില്ല. എന്തുമാത്രം സ്നേഹത്തിൽ വളർന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഇത്ര വർഷങ്ങൾ പിന്നിടുമ്പോൾ ചോദിക്കുക, എന്തുമാത്രം സ്നേഹത്തിൽ വളരും. ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ചോദിക്കുക, എനിക്ക് എന്തോരം ആ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ വളരാനൊത്തു. ഒരു സഭയിൽ ഇത്ര നാളെ ശുശ്രൂഷിപ്പോൾ എന്തോരം അവരെ സ്നേഹത്തിൽ എനിക്ക് വളരാനൊത്തു. ദൈവമേ, സ്നേഹം ലവ് ഈസ് നെവർ സ്റ്റാഗ്നൻറ്റ്, ഇറ്റ് ഐദർ ഡിമിനിഷ് ഓർ ഗ്രോസ്. ഒന്നിൽ വളരും അല്ലെങ്കിൽ കുറയും. എന്തുമാത്രം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ടെന്ന് ഈ വിശുദ്ധീകരണ മാസത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെ.